അവരോടൊക്കെ ഞാൻ പാട്ടുകാരിയാണെന്ന് എന്തിനാ പറയാൻ പോയത്? ഞാൻ അവരുടെ അടുത്ത് നിന്നിട്ട് എന്റെ ഭാര്യ ഒരു പാട്ടുകാരിയാണ്, ഒരു ചാൻസ് തരണമെന്നൊന്നും പറയാൻ പോയതല്ലോ. പിന്നെ ആ മാനേജറില്ലേ, അയാളൊരു പ്രൊഡക്ഷൻ കൺട്രോളുടെ അളിയനാ. അയാൾക്ക് അതുവഴി കിട്ടിയ ന്യൂസാണ് ശ്രീമതി രാധിക നന്നായിട്ട് പാടുമെന്ന്. അതും ശ്യാമ മേഡത്തിനെ പോലെ പാടുമെന്ന്. അതിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞത് നുണയല്ലേ? അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങേരുടെ അടിയനായിട്ടില്ല. ഇത് വരുൺ വെറുതെ പറയുന്നല്ലേ? എന്നാ വാ, നമുക്കേ ഇപ്പൊ തന്നെ അയാളോട് ചോദിക്കാം. ഇനിയിപ്പോ ചോദിക്കാനൊന്നും നിൽക്കണ്ട. അതൊന്നും പറ്റില്ല. എന്റെ പേരില് ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അത് തെളിയിക്കാതെ എനിക്ക് പറ്റത്തില്ല. വേണ്ടെന്നേ. ഇനിയിപ്പൊ അത് തെളിയിക്കാൻ ചെന്നാ അവര് വിചാരിക്കില്ലേ നമ്മള് തമ്മിൽ തർക്കമുണ്ടെന്ന്? നമ്മൾ തമ്മിൽ തർക്കമുണ്ടല്ലോ. അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? എന്തായാലും പാട്ട് ഗംഭീരമായി, എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. ക്യാമ്പ് ഫെയറിന്റെ അടുത്ത് മാത്രമല്ലല്ലോ, ഇങ്ങോട്ട് റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് ഓടി വന്ന് എന്തൊക്കെയാ പറഞ്ഞത്? അതൊക്കെ കേൾക്കുമ്പോ ഒരു സുഖമല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയതൊന്നുമില്ല. ഓ അതിവിനയം കലാകാരി ആയി കഴിഞ്ഞ പിന്നെ അതിവിനയത്തിന്റെ ഒരു ആവശ്യമുണ്ട്. വെറുതെ കളിയാക്കണ്ട. കളിയാക്കുമ്പോ പരിഭവിക്കുമല്ലോ. പരിഭവിക്കുമ്പോഴേ അത് കാണാൻ നല്ല രസമുണ്ട്. എന്ത് രസം? ഇതൊക്കെ വെറുതെ ആണുങ്ങള് പറയുന്നല്ലേ, പെണ്ണുങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി. എന്നാലും അത് കേൾക്കുമ്പോ ഒരു സുഖം ഉണ്ടല്ലേ? നമ്മളെ കുറിച്ച് മറ്റുള്ള ആളുകൾ നല്ലത് പറയുമ്പോ അത് കേൾക്കാൻ എല്ലാവർക്കും രസമായിരിക്കും. അതിപ്പോ നല്ല ആൾക്കാർക്കായാലും ശരി, മോശം ആൾക്കാർക്കായാലും ശരി. പക്ഷേ ഇതോടെ നിർത്തിക്കൊള്ളണം. ഇനി എങ്ങോട്ടേലും പോവാണെങ്കിലേ അവിടെ ചെന്നിട്ട് ദാ ഇവിടെ ഒരു പാട്ടുകാരിയുണ്ട്, അവളെ കൊണ്ട് പാടിച്ചോ എന്നൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ. വേണ്ട, നിർത്തി. അതെ, അടുത്ത ദിവസം നമുക്ക് കുറച്ചധികം സ്ഥലങ്ങൾ കാണാനുള്ളതാ. അതിന് നമുക്കൊരു മുൻകരുതലായിട്ട് ഇപ്പോഴേ അങ്ങ് ഉറങ്ങിയാലോ? ഇപ്പോഴേ കിടക്കാനോ? എന്നെ ഇപ്പൊ കിടക്കാതെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമ്മള് 2 ദിവസമായിട്ട് പൂജാമുറിയിലെ വിളക്ക് കത്തിക്കലും മറ്റുമൊക്കെ മുടങ്ങിയിരിക്കല്ലേ, നമുക്കൊന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ചാലോ? അത് കൊള്ളാം. കൊല്ലും ഞാൻ. പ്രാർത്ഥിക്കാനാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? മര്യാദ കിടക്കാൻ നോക്കും. രഹസ്യ ഹൃദയവാസികരതമ